നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ ഒരു 14 വയസ്സുകാരൻ തീച്ചാമുണ്ടി കെട്ടി അത് ഭയങ്കരമായിട്ടുള്ള വൈറലായിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. പക്ഷേ ഒരുപാട് വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നൊരു വീഡിയോ ആണ്. അത്തരത്തിൽ കുട്ടികളെ കൊണ്ട് തീച്ചാമുണ്ടി പോലെയുള്ള അപകടകരമായ വേഷങ്ങൾ കെട്ടിക്കുമ്പോൾ, തീച്ചാമുണ്ടി എന്നല്ല തെയ്യം തന്നെയും, കാരണം നമുക്കറിയാം കായികപരമായ ഒരുപാട് അധ്വാനം വേണ്ടുന്ന കലാരൂപമാണ് തെയ്യം. അപ്പോൾ കുട്ടികളെ കൊണ്ട് അത്തരം വേഷങ്ങൾ കെട്ടിക്കുന്നതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തെയ്യത്തിൽ ഏറ്റവും വലിയ എന്താ പറയുക റിസ്ക്കുള്ളൊരു തെയ്യമാണ് ഒറ്റക്കോലം. ആ ഒറ്റക്കോലത്തിൽ നമ്മൾ തീയിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ ചൂടും കാര്യങ്ങളൊക്കെ ഒരു ചെറിയ കുട്ടിക്ക് താങ്ങാൻ പറ്റുന്നതിന് ഉപരി അത് ഞാനിപ്പോൾ എങ്ങനെയാണ് പറയുക, ഒരു ചെറിയ കുട്ടിക്ക് താങ്ങാൻ പറ്റത്തിൽ അധികം ചൂടുണ്ടാവും ഈ ഒരു സംഭവത്തിന്. പക്ഷേ നമുക്ക് അന്നേരം ഒരു ദൈവാധീനം ഉണ്ട് എന്നുള്ളൊരു ബലത്തിൽ നമുക്ക് ആ തീയിലേക്ക് കയറാം. പക്ഷേ ഈ ദൈവാധീനം എപ്പോഴും ഉണ്ടായിക്കൊള്ളുന്നില്ലല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ തെയ്യം കലാകാരന്മാരുടെ അവസ്ഥ അവസാന നിമിഷം ആരും തിരിഞ്ഞു നോക്കാതെ അല്ലെങ്കിൽ ആരും ഇല്ലാത്തൊരവസ്ഥ ഞാൻ കണ്ടിട്ടുണ്ട്. അതുവരെ പേരും പെരുമയുള്ള ഒരുപാട് പേര് അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ആരും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയുള്ള ഒരുപാട് കലാകാരന്മാരെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് എന്തായാലും ഇതിനൊരു സൈഡ് എഫക്റ്റ് ഉണ്ട്. ഒരു കലാകാരന്, ഒരു തെയ്യം കലാകാരന് അവസാന ഘട്ടത്തിലേക്ക് ഒരു സൈഡ് എഫക്റ്റ് എന്തായാലും ഉണ്ടാവും. ഇപ്പോൾ പറഞ്ഞ് അവസാനിപ്പിച്ചല്ലോ, ഈ ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ കുറേ കാലം പെരുമയുള്ള ഒരു പെരുമലയനായ തെയ്യക്കാർ പിന്നീട് ആരും തുണയില്ലാത്തവരായി മാറുന്നു. എനിക്ക് തോന്നുന്നു സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഫോക്ലോറിൻ്റെ നിയന്ത്രണത്തിലൊക്കെ ഒരുപാട് സഹായങ്ങളും അല്ലെങ്കിൽ ഒരുപാട് അവസരങ്ങളും തെയ്യക്കാർക്ക് കിട്ടുന്നു എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അത്തരത്തിലുള്ള സഹായങ്ങൾ യഥാർത്ഥത്തിൽ വേണ്ടുന്ന ആളുകളിലേക്ക് എത്തപ്പെടുന്നില്ലേ? സർക്കാരിൻ്റെ ഒരു ശ്രദ്ധ നല്ല രീതിയിൽ ഈ ഒരു അടുത്ത കാലത്ത് എൻ്റെ അനുഭവത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ കൊറോണ കാലത്ത് തെയ്യം കലാകാരന്മാരൊക്കെ പട്ടിണിയായ അവസ്ഥയിൽ സർക്കാർ അനുവദിച്ച ഒരു ഫണ്ട് ഉണ്ടായിരുന്നു തെയ്യം കലാകാരന്മാർക്ക്. അത് പല കുടുംബങ്ങളിലും വളരെ ഒരു സന്തോഷം എന്ന് വെച്ചാൽ അവർ പ്രതീക്ഷിക്കാത്തൊരു പൈസയാണ്. കാരണം തെയ്യമില്ല, അതുപോലെ തന്നെ പണിയില്ലാത്ത ഈ ഒരു കാലഘട്ടത്തിൽ തെയ്യക്കാരെ മറക്കാതെ ഈ ഒരു സർക്കാർ നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഫോക്ലോർ അക്കാഡമി എന്ന് പറയുന്നത്, ഫോക്ലോർ അക്കാഡമി തെയ്യത്തെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. നല്ല രീതിയിൽ ആ തെയ്യം കലാകാരന്മാർക്ക് ഫെലോഷിപ്പ് കൊടുക്കുന്നു. കാരണം നമ്മുടെ അറിവുകളെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, അതിന് ഒരു നിബന്ധന അടിസ്ഥാനപ്പെടുത്തിയാണ്. നമ്മുടെ ഉള്ള എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോൾ പറഞ്ഞു കൊടുക്കാൻ നമ്മൾ അതിന് തയ്യാറാവില്ലല്ലോ. അപ്പം നമ്മൾക്ക് ഉള്ള കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ ഇന്ന ചടങ്ങുകൾ, അതുപോലെ തന്നെ ഇന്ന തെയ്യത്തിന് ഇന്ന വേഷവിധാനങ്ങൾ, അതുപോലെ ക്ലാസ് എടുക്കാൻ വേണ്ടി തെയ്യത്തെ പറ്റി അറിയാത്ത കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി ഒരു പദ്ധതി ഉണ്ടായിരുന്നു, ഫെലോഷിപ്പ് പദ്ധതി. ആ ഫെലോഷിപ്പ് പദ്ധതിയൊക്കെ സർക്കാരിൻ്റെ വളരെ നല്ലൊരു കാര്യമാണ്. കാരണം ഇപ്പോൾ ഒരു ടീച്ചർക്ക് കിട്ടുന്ന ഒരു വേതനത്തിൻ്റെ പകുതി ഒരു കലാകാരന് ഓരോ മാസവും ഇപ്പോൾ ഈ ഒരു അക്കാഡമി കൊടുക്കുന്നുണ്ട്. ഇപ്പോഴും ഒരു പദ്ധതി നിർത്തിയിട്ടില്ല, ഇപ്പോഴും അത് ചെയിനായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അതിൽ ഒരുപാട് പേർക്ക് ഈ ഒരു കാര്യം വളരെ ഉപകാരമായിട്ടുണ്ട്. പിന്നെ പെൻഷൻ പദ്ധതികളുണ്ട്. ഇപ്പോൾ അത് പെൻഷനായിട്ടല്ല, ഒരു സഹായധനം, തെയ്യം അവശ കലാകാരന്മാർക്ക് സഹായധനങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട്. എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛന് കിട്ടുന്നുണ്ട്, വലിയച്ഛന് കിട്ടുന്നുണ്ട്. അത് അവർ പ്രതീക്ഷിക്കാത്തൊരു പൈസയാണ്. കാരണം അവരൊന്നും ഇതിനെപ്പറ്റിയേ ചിന്തിച്ചിട്ടില്ല. അപ്പോൾ അവസാന നിമിഷം അവർക്ക് ഏകദേശം അവർക്ക് കാര്യങ്ങളൊക്കെ നടത്താനുള്ളൊരു ഫണ്ട് പോലും ഇപ്പോൾ സർക്കാർ കൊടുക്കുന്നുണ്ട്. പറഞ്ഞാലും അറിഞ്ഞാലും തീരാത്ത ഒരു വലിയ സാഗരമാണ് തെയ്യപ്രപഞ്ചം എന്ന് പറയുന്നത്. എന്നാലും ഇനിയും ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയുണ്ട്. അവസാനമായ ഒരു ചോദ്യം, ദേശക്കാരൻ എന്ന് പറഞ്ഞിട്ടുള്ള 18 കോലങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സിനിമ ഇറങ്ങാനിരിക്കുന്നു. അതിൽ പ്രധാനമായിട്ടുള്ളൊരു ഭാഗം ചെയ്തിട്ടുണ്ട്. ആ സിനിമയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ അഭിമുഖം അവസാനിപ്പിക്കാം. ഡോക്ടർ അജയ് കുമാർ എന്ന് പറയുന്ന ആളാണ് അതിൻ്റെ ഡയറക്ഷനും കാര്യങ്ങളും. അപ്പോൾ തെയ്യത്തെ ബേസ് ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്. ഇതിന് മുന്നേ കളിയാട്ടം സുരേഷ് ഗോപിയെ വെച്ച് വളരെ നല്ല രീതിയിൽ തെയ്യത്തിൻ്റെ യാതൊരു ഭംഗിയും അതുപോലെ തന്നെ ചടങ്ങും കാര്യങ്ങളും നഷ്ടപ്പെടാതെ കണ്ട് അതിലൊരു പ്രണയവും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടൊരു സിനിമ നമുക്ക് വളരെ നല്ല രീതിയിൽ ചെയ്തു. അതിനുശേഷം പിന്നൊരു തെയ്യത്തെ പറ്റിയുള്ളൊരു സിനിമ അല്ലെങ്കിൽ തിറയാട്ടത്തെ പറ്റിയൊരു സിനിമ കേരളത്തിൽ വന്നിട്ടില്ല. പിന്നെ അതങ്ങ് ഇപ്പോൾ പറഞ്ഞ കാന്താര എന്ന് പറയുന്ന ഈ ഒരു സിനിമ വന്നേരാണ് വീണ്ടും
ഇതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് കുറേ പേര് ഇറങ്ങിയിട്ടുണ്ട്. കുറേ പേര് അങ്ങനെയാണ് ഈ അജയ് കുമാർ എന്ന് പറയുന്ന സാറ് ഇങ്ങനെയൊരു പ്രൊജക്റ്റ് വെക്കുകയും ആ പ്രൊജക്റ്റ് വായിച്ചപ്പോൾ നമുക്കും അതിൽ താല്പര്യമുണ്ടെന്ന് തോന്നി. കാരണം ഒരു തെയ്യം കലാകാരൻ്റെ ഒരു അവസ്ഥയാണ്, ഒരവസ്ഥ അയാൾക്ക് ഒരു ക്ഷേത്രത്തിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു അവസ്ഥയും കാര്യങ്ങളും ആണ് അതിൻ്റെ പ്രമേയം. അപ്പോൾ അതിൽ ഏകദേശം ഒരു 18ഓളം കോലങ്ങളുണ്ട്. 18ഓളം അതിൽ നമ്മുടെ കോഴിക്കോട് ഭാഗത്തുള്ള തിറയാട്ടങ്ങളുണ്ട്, അതുപോലെ തന്നെ കൊയിലാണ്ടി അതുപോലെ തന്നെ വടകര ഭാഗത്തുള്ള കുറച്ച് കോലങ്ങളും എല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു നല്ലൊരു സിനിമ, നല്ലൊരു കഥയും അതുപോലെ തന്നെ കുറേ വിഷ്വൽസുകളും എല്ലാം നമുക്ക് തരുന്നൊരു നല്ല സിനിമയാണ് ദേശക്കാരൻ. അപ്പോൾ അതെല്ലാവരും കാണണം, കണ്ടിട്ട് അഭിപ്രായം പറയണം. എനിക്ക് അതിൽ അഭിനയിക്കാനൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നത്. ഈ ഒരു ഭാഗ്യം കിട്ടാൻ കാരണം തന്നെ ഈ തെയ്യമാണ്. നമ്മളെ ഗുരുനാഥന്മാരുടെ അനുഗ്രഹവും പാരമ്പര്യത്തിൻ്റെ അനുഗ്രഹമാണ്. അങ്ങനെയാണ് ദേശക്കാരനെ അഭിനയിച്ചത്. കൂടുതൽ ദേശക്കാരൻ്റെ കാര്യങ്ങൾ ഞാനല്ല പറയേണ്ടത്, അത് കണ്ടിട്ട് പ്രേക്ഷകരാണ് പറയേണ്ടത്. ആ ദേശക്കാരെന്നുള്ള സിനിമയുടെ എല്ലാ കാര്യവും. ഇത്രയും സമയം താങ്കളുമായി സംസാരിച്ചപ്പോഴൊക്കെ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയത് തീക്കുട്ടിച്ചാത്തൻ്റെ വാചാലുകളും ആ ഒരു ചിരിയുമാണ്. അത് മനസ്സിൽ വളരെയധികം പതിഞ്ഞു കിടക്കുന്നു. എനിക്ക് തോന്നുന്നു അത് കണ്ടിട്ടുള്ള, നേരിട്ട് അനുഭവിച്ചിട്ടുള്ളവർക്കും അതൊരു ഏറ്റവും ഹൃദ്യമായൊരു അനുഭവമായിരിക്കും. കേരളത്തെ അടയാളപ്പെടുത്തുന്ന ഒരു കലാകാരനായിട്ട്, ലോകമറിയപ്പെടുന്ന ഒരു കലാകാരനായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.